എല്ലാവർക്കും SR കറിവേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി. ഒരു 3/4 കിലോ ചെമ്മീൻ ഉണ്ടായിരിക്കും. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഹാഫ് ചെറുനാരങ്ങ, അത് പിഴിഞ്ഞ് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ പൊരിച്ചെടുക്കുക. അതിനായി ഒരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഒരു മീഡിയം ഫ്രൈ ആവുമ്പോൾ കോരിയെടുക്കുക. ഡ്രൈ ആയി പോവാതെ നോക്കണേ. ചെമ്മീൻ മസാല റെഡിയാക്കാം. അതിനായി ഒരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ 3 വലിയ സബോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും ഉപ്പിട്ട് വഴറ്റി കളർ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് 6 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറിയാൽ അതിലേക്ക് 3 തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞതിട്ട് തക്കാളി ഉടഞ്ഞ് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. മസാല റെഡി. റൈസ് റെഡിയാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. ഒരു ചെറിയ സബോള കനം കുറച്ച് അരിഞ്ഞത് ഗോൾഡൻ കളറിൽ കോരിയെടുക്കുക. അതേ പാനിലേക്ക് ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ, 4 കരയാമ്പൂ ഇട്ട് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ സബോള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 20 മിനിറ്റ് സോക്ക് ചെയ്തിരുന്നു. അത് വെള്ളം വാര വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഏത് പാത്രത്തിലാണോ അരി എടുത്ത് വെച്ചാൽ ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങ നീരിൽ ഒരു പിഞ്ച് യെല്ലോ കളറ് ഇതിലൊഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കുക. മല്ലിച്ചപ്പും പുതിനയും ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഏകദേശം വെള്ളം ഒരു വറ്റിയത് കാണുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. മീതെ അരി ഇതിൽ കാണുന്ന പോലെ ചെയ്യുക. ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. ഇതേപോലെ വേണം ലെവലാക്കാൻ. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുക. ഒരു മല്ലിച്ചപ്പ്, പുതിന ഇടുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയിൽ ഒരു നുള്ള് ജീരകം പൊടിച്ചത് മിക്സ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. അത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ആവി പുറത്ത് പോവാതിരിക്കാനാണ് അലുമിനിയം പേപ്പറിൽ ഞാനിങ്ങനെ ചെയ്യണത്. ഇതുപോലെ ഒരു 10 മിനിറ്റ് സിമ്മിൽ വെക്കുക. എന്നതിന് ശേഷം വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കാവൂ. ഇത് തുറന്നതിന് ശേഷം എല്ലാം കൂടി ഇളക്കി മസാല റൈസിലേക്ക് യോജിപ്പിക്കുക. അത് യോജിപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുക. ഇങ്ങനെ മസാല ചെയ്യുമ്പോൾ ആ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വെറുതെ തന്നെ റൈസ് കോരി തിന്നാൻ നല്ല രുചിയാണ്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ബിരിയാണി കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന്
ട്രൈ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്